നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷങ്ങളായി ചെയ്തു വരുന്ന ശീലം, തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നതുകൊണ്ട് തന്നെ വിജയുടെ ബർത്ത്ഡേ അതൊരു സ്പെഷ്യൽ സ്റ്റോറി ആയിട്ട് തൃഷ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം വിവാദങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ടും സംഗീതയുമായിട്ട് വിജയ് വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതുകൊണ്ടോ ആണോ എന്ന ഒക്കെ ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു തൃഷയുടെ ചില രീതികൾ. അതായത് വർഷങ്ങളായി ചെയ്തു വരുന്ന ബർത്ത്ഡേ സ്റ്റോറി ഇടൽ അത് ഉണ്ടാകുന്നില്ല, എല്ലാവരുടെയും അറ്റൻഷൻ നേടുന്ന വിജയെ തൃഷ അൺഫോളോ ചെയ്യുന്നു. അങ്ങനെ എന്താണ് തൃഷയ്ക്ക് പറ്റിയത് എന്നുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ ശക്തമാകുന്നതിനിടയിൽ ആളുകൾ എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നറിയാൻ ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പേഴ്സണലായിട്ട് വിജയ്ക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ, കേക്ക് കട്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ. ആ പിക്ക് സോഷ്യൽ മീഡിയയിൽ അടക്കമിട്ട് തൃഷ നടത്തിയിട്ടുള്ള ഒരു നാടകമുണ്ട്. എന്തിനായിരുന്നു ഈ നാടകം? ആരാധകരെ കളിയാക്കാനാണോ, അതോ ഈ പറയുന്ന സംഗീതയെ കളിയാക്കാനാണോ? ഇനി അതുമല്ല, വിജയ് തൻ്റേത് മാത്രമാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് വിജയ് തൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരാളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തൃഷയുടെ ഈ ഒരു പൊറോട്ട നാടകം. എന്തായാലും തൃഷ നടത്തിയിട്ടുള്ള നാടകത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. കാരണം ആ ഒരു വിജയിനെ അൺഫോളോ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ തമ്മിലുള്ള ഒരു ബന്ധം ഇല്ല എന്ന് സോഷ്യൽ മീഡിയ ആളുകളെ, പ്രത്യേകിച്ച് ഇത്തരമൊരു വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിജയും തൃഷയുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെ ആരാധകർ പരസ്പരം സംസാരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന തൃഷ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആരാധകർക്കുള്ള ഒരു മറുപടിയോ അല്ലെങ്കിൽ ആക്ഷേപമോ ആയിട്ട് തന്നെയാണ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നടിയുടെ ഈ പൊറോട്ട നാടകങ്ങളൊക്കെ കണ്ട് അസ്വസ്ഥരായിരിക്കുകയാണ് വിജയുടെ ആസ്വാദകർ. കാരണം കുറച്ചധികം ദിവസമായിട്ട് സംഗീതയും വിജയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഊഹാപോഹങ്ങളും സൂചനകളും ഒക്കെ വന്നിരുന്നു. പക്ഷേ അമ്മയടക്കം ഇടപെട്ടിട്ടും അമ്മ വിചാരിക്കും പോലെയൊന്നുമല്ല വിജയ് തൻ്റെ കൈക്കുള്ളിലാണ് എന്ന് കാണിക്കുന്ന തരത്തിലാണ് തൃഷയുടെ ഓരോ നീക്കങ്ങൾ. ഈ പറയുന്ന സംഗീത ഈ വിജയുടെ അമ്മയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് വിജയുമായിട്ട് ഒന്നിക്കാൻ പോകുന്നു, മക്കൾക്ക് വേണ്ടി ഒന്നിക്കാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ ദിവസം കുടുംബ കോടതിയിൽ എത്തിയ, അല്ലെങ്കിൽ കുടുംബ കോടതിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ വന്ന CM വിജയും അതുപോലെ തന്നെ സംഗീതയും തമ്മിൽ ഒന്നിക്കില്ല എന്ന തരത്തിലുള്ള സൂചനകൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം സംഗീതയ്ക്ക് കൃത്യമായിട്ട് അറിയാം വിജയ് ഇപ്പോൾ ഈ പറയുന്ന നടിയുടെ കളിപ്പാവയായി നിൽക്കുകയാണോ എന്നതിൽ സംശയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആക്കം കൂട്ടുന്നത്. കാരണം അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. വിജയ് ഇതിനൊക്കെ നിന്നു കൊടുക്കുന്നു. ഇത്രയും വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ വിജയ് നിന്നു കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് അത്ഭുതം. എന്തായാലും ആ നാടകം എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ട് അവിടെ നിൽക്കുന്നു. ഈ പറയുന്നത് പോലെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയ് എന്ന് പറയുന്ന തലൈവറുടെ പിറന്നാൾ അത് അപ്രതീക്ഷിതമായിട്ടുള്ള, അല്ലെങ്കിൽ ആരാധകർക്ക് ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിലൊരു ആശംസ കാർഡൊക്കെ ആയിട്ടാണ് നടി തൃഷ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ഇൻസ്റ്റഗ്രാമിലാണ് നടി വിജയുമൊപ്പം പേഴ്സണലായിട്ട് അവർ രണ്ടുപേരും മാത്രമുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു ആഘോഷം എന്ന് തോന്നിക്കുന്ന തരത്തിലൊരു ചിത്രം ആശംസയിലൂടെ ഒരു ചിത്രം പങ്കുവെച്ച ആശംസയൊക്കെ നൽകിക്കൊണ്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കേക്കിന് മുന്നിലിരിക്കുന്ന വിജയ്, തൃഷ അതിന് സമീപത്തുണ്ട്. അങ്ങനെ ഒരു ചിത്രമാണ് നടി പങ്കുവച്ചിരിക്കുന്നത്. എല്ലാം മൂല്യവത്താക്കുന്ന വ്യക്തിക്ക് പിറന്നാൾ ആശംസകൾ എന്ന അടിക്കുറിപ്പായിരുന്നു തൃഷ പങ്കുവച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കുക. ഈ ആരോപണ വിധേയനായിട്ടുള്ള ഒരു നടിയാണ് തൃഷ. സംഗീത എന്ന് പറയുന്ന വിജയുടെ ഭാര്യ, അയാൾക്കൊപ്പം മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എല്ലാം മൂല്യവത്താക്കുന്ന വ്യക്തി എന്ന ഒരൊറ്റ ക്യാപ്ഷനിൽ തൃഷ വെല്ലുവിളിക്കുന്നത് സംഗീതയാണോ എന്നുള്ളൊരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായി. പോസ്റ്റിൽ വിജയെ മെൻഷൻ ചെയ്തിട്ടില്ലെന്നത് ശ്രദ്ധേയമാണെങ്കിൽ പോലും വിജയ്ക്ക് വേണ്ടിയാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്നും തൃഷ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ വൈറലാകുമെന്നതും വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് തൃഷ. കേക്കും താരവുമുള്ള ചിത്രമായതിനാൽ നടിക്കൊപ്പമായിരുന്നു വിജയുടെ പിറന്നാൾ ആഘോഷം എന്ന ചോദ്യവും ആരാധകർക്ക് ഉണ്ട്. അതേസമയം ഇതൊരു AI ചിത്രമാണോ? അങ്ങനെയാണെങ്കിൽ ഇത്രമാത്രം
ഡീപ്പായിട്ടൊരു ഫോട്ടോ, അതും അൺഫോളോ ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ ഒക്കെ ബർത്ത്ഡേ വിഷായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്ന തൃഷയുടെ ഉദ്ദേശം എന്താണ് എന്നതൊക്കെ ചോദ്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. എന്തായാലും വിജയ് തൃഷയെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തു എന്ന വാർത്ത വൈറലാകുന്നതിനിടയിലാണ് വിജയുടെ 52ാം പിറന്നാൾ ദിനത്തിൽ പതിവ് തെറ്റിച്ച് തൃഷ ആശംസകൾ വൈകി അറിയിക്കുന്നത്. ആരാധകർ ഇനി തൃഷയുടെ ഒരു ബർത്ത്ഡേ വിഷ് വിജയ്ക്ക് ഉണ്ടാകില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ സംസാരങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. വിവാദങ്ങൾക്ക് വിരാമമായി എന്ന് കരുതുന്ന വിജയ് ആരാധകരുടെ എല്ലാ സന്തോഷവും തകർത്തുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം തൃഷ ബർത്ത്ഡേ വിഷ് പോസ്റ്റ് ചെയ്തത് എന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. എല്ലാം മൂല്യവത്താക്കുന്ന വ്യക്തിക്ക് പിറന്നാൾ ആശംസകൾ എന്ന കുറിപ്പോടെയാണ് നടിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റ് വന്നിരിക്കുന്നത്. വൈറൽ പോസ്റ്റിൽ പക്ഷേ വിജയെ നടി മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം. പിറന്നാൾ കേക്കിലേക്ക് നോക്കി നിൽക്കുന്ന വിജയും താരത്തിന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന തൃഷയെയുമാണ് ഈ പോസ്റ്റിലൂടെ കാണാൻ സാധിക്കുന്നത്. പിറന്നാൾ ദിവസം അർദ്ധരാത്രിയിൽ തന്നെ തൃഷയ്ക്കൊപ്പം വിജയ് പിറന്നാൾ കേക്ക് മുറിച്ച ആഘോഷിച്ചു എന്ന സൂചനയാണ് ഈ പോസ്റ്റിലൂടെ നൽകുന്നത്. അതായത് ബർത്ത്ഡേ വിഷിനൊപ്പം 0000 എന്ന സമയം നടി എഴുതി ചേർത്തിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് അർദ്ധരാത്രി തന്നെ പിറന്നാൾ ആശംസിച്ചു എന്നും ആഘോഷങ്ങൾ നടത്തി എന്നുള്ളതാണ്. നടിക്കൊപ്പമായിരുന്നു വിജയുടെ പിറന്നാൾ ആഘോഷം എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കാഷ്വൽ ഷർട്ടാണ് വിജയ് ധരിച്ചിട്ടുള്ളത്. വലിയ അലങ്കാരങ്ങളൊന്നുമില്ലാതെ സിമ്പിൾ ലുക്കിലായിരുന്നു തൃഷയും. ബർത്ത്ഡേ വിഷിനൊപ്പം ചുവന്ന ഹാർട്ടിന്റെയും ഈവൾ ഐയുടെയും ഇമോജിയും നടി ചേർത്തിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നടിയുടെ പോസ്റ്റ് നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായി. തൃഷയുടെ പോസ്റ്റ് കാണാത്തതിനാൽ വിജയ് സംഗീത ജോഡിയുടെ ആരാധകരെല്ലാം തന്നെ ആശ്വാസത്തിലായിരുന്നു. കാരണം നടന്റെ അമ്മ ഇടപെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. മക്കൾക്ക് വേണ്ടി വിജയും സംഗീതയും ഒന്നിക്കണമെന്നാണ് ആ അമ്മയും ആഗ്രഹിക്കുന്നതെന്നും അതിനുവേണ്ടി ഇരുവരും തയ്യാറായിരുന്നു എന്നുള്ളതുമൊക്കെയായിരുന്നു ആ റിപ്പോർട്ടുകൾ. അതുകൊണ്ടാകാം തൃഷ വിജയ് അൺഫോളോ ഒക്കെ ചെയ്തുകൊണ്ട് അകലം പാലിച്ചത് എന്നായിരുന്നു വിജയുടെയും സംഗീതയുടെയും ആരാധകർ കരുതിയത്. പക്ഷേ അതുകൊണ്ട് തന്നെ രസകരമായുള്ള രീതിയിൽ തൃഷ ഇതിനൊരു മറുപടി കൊടുക്കുകയാണോ എന്നുള്ള ഒരു സംശയവും ഇല്ലാതില്ല. എന്തായാലും ഈ തൃഷ പങ്കുവച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിന് നിരവധി പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ പിണങ്ങി എന്ന് കാണിക്കാൻ വേണ്ടി വിജയുടെ പിറന്നാളിന് വിഷ് ചെയ്യാതിരിക്കുക, അതുകഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തു എന്ന നാടകം കളിക്കുക, എന്നിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് ഫോട്ടോ സർപ്രൈസ് ആയി ഇടുക, ഇതൊക്കെ ഒരു തമാശയല്ലേ എന്ന രീതിയിൽ പരിഹസിച്ചുകൊണ്ടാണ് നിരവധി ആളുകൾ കമന്റുകൾ നൽകുന്നത്. എന്തായാലും നിരവധി വർഷങ്ങളായിട്ട് ഈ വിജയും സംഗീതയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മക്കൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഒന്നിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിജയുടെ അമ്മ രംഗത്ത് വരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ സംഗീതയ്ക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ, അങ്ങനെ പലതരത്തിൽ നിയമപരമായിട്ടും അല്ലാതെയുമുള്ള പലതരത്തിലുള്ള നീക്കങ്ങളാണ് ഇരുവർക്കുമിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് സൂചനകൾ. കഴിഞ്ഞ 3 വർഷവും തൃഷ വിജയ്ക്ക് പിറന്നാൾ ആശംസ നേർന്ന ചിത്രങ്ങൾ സഹിതം പോസ്റ്റ് ഇടുന്നതടക്കം സംഗീതയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവർ കൃത്യമായിട്ട് അവരുടെ ഈ പറയുന്ന പരാതികൾ, വിജയോട് വിവാഹമോചനം വേണമെന്ന് പറയുന്ന പരാതിയിലടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഈ പറയുന്ന പ്രമുഖ നടിയുമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ വരുന്നതും അവർ അദ്ദേഹത്തെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതും ഒക്കെ തന്നെ മാനം കെടുത്തുണ്ട് എന്നുള്ള തരത്തിലാണ്. അപ്പോൾ സംഗീതയ്ക്ക് കൃത്യമായിട്ട് ഇഷ്ടമല്ലാത്തൊരു കാര്യം വീണ്ടും വീണ്ടും തൃഷ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും എന്നുള്ളത് തൃഷയ്ക്ക് അറിയാം. അതിനാലാണ് അവർ വീണ്ടും ഇത് ആവർത്തിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായവും വരുന്നുണ്ട്. അതേസമയം ഈ പറയുന്ന സംഗീതയുമായിട്ട് എങ്ങനെയെങ്കിലും ചേരാൻ വേണ്ടി, അല്ലെങ്കിൽ സംഗീതയുമായിട്ട് വീണ്ടും മക്കൾക്ക് വേണ്ടി മുന്നോട്ട് ഒരുമിച്ചൊരു ജീവിതം എന്നുള്ള രീതിയിൽ കോടിക്കണക്കിന് രൂപയൊക്കെ വാഗ്ദാനം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. വിവാഹമോചന കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വിജയുടെ ടീം ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നായിരുന്നു ആ വിവരങ്ങൾ. സംഗീതയ്ക്കും മക്കളായ ജെയ്സൺ, സഞ്ജയ്, ദിവ്യ, സാഷ എന്നിവർക്കുമായിട്ട് വിജയ് ഏകദേശം 250
250 കോടി രൂപയുടെ നഷ്ടപരിഹാര തുക വാഗ്ദാനം ചെയ്തതായിട്ടാണ് അന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കോടതി നടപടികളിലേക്ക് പോകാതെ പ്രശ്നം പരിഹരിക്കാൻ വിജയ് ഇതിനോടകം തന്നെ പലതവണ സംഗീതയുമായി ചർച്ചകൾ നടത്തിയെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. തുക കൈമാറുന്നത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല എങ്കിൽ പോലും 250 കോടി രൂപ ഈ കുടുംബത്തിന് നൽകുമെന്നായിരുന്നു അറിയിച്ചത്. സംഗീത ഈ നിർദ്ദേശം സ്വീകരിച്ചു എന്ന കാര്യത്തിന് വ്യക്തത വന്നിട്ടില്ല എങ്കിലും പിന്നീട് അങ്ങോട്ട് ഇരുവരും തമ്മിൽ ഒത്തുചേരില്ല, ഇരുവരും തമ്മിൽ പിരിയുകയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വന്നത്. 2021 മുതൽ തങ്ങൾ അകന്നു കഴിയുകയാണെന്നും ഒരു പ്രമുഖ നടിയുമായുള്ള വിജയുടെ ബന്ധമാണ് ഇതിന് കാരണമെന്നും പരാതി നൽകിക്കൊണ്ടാണ് സംഗീത തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. 1999 ഓഗസ്റ്റ് 25 വിജയും സംഗീതയും വിവാഹിതരാകുന്നത്. പക്ഷേ ഈ അടുത്ത കുറച്ചു കാലമായിട്ട് ഇരുവരും തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, മൂന്നാമതൊരാളുടെ എൻട്രി അത് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ തകർത്തു എന്ന തരത്തിൽ സംഗീതയും. പക്ഷേ ഇതിനൊന്നും മറുപടി പറയാതെ വിജയ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ആ 2 മക്കൾ ഇപ്പോൾ അമ്മയ്ക്കൊപ്പമാണ് ഉള്ളത്. ഈ പറയുന്നത് പോലെ തൃഷ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് അത് സംഗീതയെ ചൊറിയാനാണോ അതോ ഈ പറയുന്ന ആരാധകരെ ചൊറിയാനാണോ എന്നുകൂടെയാണ് അറിയാനുള്ളത്.